ഉണ്ണിയമ്മേ കുമ്പടി വന്നു. വിശ്വവിഖ്യാതമായ പല കേസുകൾക്കകത്തും ബഹുമാനപ്പെട്ട കോടതികളുടെ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കോടതി നടപടിക്രമം അടുത്തറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അത് ഒരിക്കലും കേസിനെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ കൊണ്ടുപോകാറില്ല. ഇനി ഏതെങ്കിലും രൂപത്തിൽ കേസിന് കോടതി പറഞ്ഞത് സ്തംഭനാവസ്ഥയിലാണെന്നാണ്. അതൊന്നും എനിക്കറിയാൻ മേല. അന്വേഷണ സംഘം നീക്കങ്ങൾ സ്തംഭനാവസ്ഥയിലാണുള്ളത്. അതൊരു കേവലം ഒരു പരാമർശമല്ല. അത് ആ അന്വേഷണ സംഘത്തിന് മേലടക്കം സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിൽ എന്ന് വെച്ചാൽ അവരെ പോലും എന്താ പറയാ ഇങ്ങനെയാണല്ലോ കോടതി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗുരുതര പരാമർശമാണത്. ഇത് നമ്മളിൽ പലരും എത്തിച്ചേരുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അതിനെ അതീവ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ആവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി ഇക്കാര്യങ്ങളിൽ നിന്നെല്ലാം അത് കോൺഗ്രസിന്റെ നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ളയാള് വന്നു നിന്ന് പറയുന്ന കാര്യങ്ങൾക്കകത്ത് കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. കേരളത്തിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയണം. അദ്ദേഹം അതല്ലാതെ ഒരു കോമിക് ക്യാരക്ടറായി സ്വയം അധപ്പതിക്കരുത് എന്നാണ് എനിക്ക് ഈ ചർച്ചയിൽ ആദ്യമായി മുന്നോട്ട് വെക്കാനുള്ള ഒരു കാര്യം. ഇപ്പോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന 2 പ്രതികൾ അന്നത്തെ പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണിക്കൊപ്പം അതുപോലെ തന്നെ കോന്നി MLA ശ്രീ അടൂർ പ്രകാശിനൊപ്പം അന്നത്തെ MLA ആണ്. സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു വലിയ രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ട് വെച്ചാലോ? ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ ാണ് ഇവരെ സമീപിച്ചതെന്നും ഈ കാര്യങ്ങളെ ജനങ്ങളുടെ വലിയ സെൽഫ് ഗോൾ ആവും എന്നല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? അല്ലല്ല, ഒരു സെൽഫ് ഗോളുമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവരുടെ ബന്ധങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത് സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നത് ഇന്നിപ്പോ ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആ ഫോട്ടോ ഉയർത്തിക്കാട്ടി പറയുന്നത് എന്താ അറിയോ? കല്യാണത്തിന് ഒപ്പം കല്യാണം കഴിച്ച പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിന്ന ശേഷം പിന്നെ എന്താ സംഭവിച്ചേ? ആളുകൾക്ക് നാച്ചുറലി എത്താൻ പറ്റുന്നൊരു എന്താ പറയുക ഇൻഫറൻസ് ഉണ്ട്. അതിങ്ങനെയാണ്. എന്താണ്? സോണിയാഗാന്ധിയെ കണ്ടു, അടൂർ പ്രകാശിനെ കണ്ടു, എവിടെ പോണു? വെള്ളം കുടിക്കണം. എന്താണ് ആന്റോ ആന്റണി ഉണ്ട്. ഇതിനുശേഷം ഇവരെല്ലാരും കൂടെ ആരെ പോയി കണ്ടു? CPM നിയന്ത്രിക്കുന്ന ബോർഡിനെ പോയി കണ്ടു. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാറിനെ പോയി കണ്ടു. ഇവരെല്ലാരും കൂടെ ചേർന്ന് LDF ഭരിക്കുന്ന കാലത്ത് LDF ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സമയത്ത് കട്ടു. ഇതാണോ പറയാൻ പോണേ? ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനത്തും അസ്ഥാനത്തും CPMന്റെ സമന്വയ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നടന്നത് എന്നത് വളരെ പച്ചയായ കള്ളം. ഒരു കള്ളം 100 തവണ പറഞ്ഞാൽ സത്യമായി തീരുമെന്ന ഗീബൽസിന്റെ തന്ത്രത്തെ പോലെ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവരുടെ സ്പോക്സ് പേഴ്സൺസ് തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ്. സോണിയാഗാന്ധിയുടെ കൂടെയോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ കൂടെയോ ഇനി സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെയോ ഒക്കെ ചിത്രമെടുക്കുന്നത് അവരെയൊക്കെ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരില്ലേ? അപ്പൊ ചുമ്മാ എറിയുകയാണ്. എല്ലാരെയും ഒരു സംശയത്തിന്റെ നിർത്തട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ എറിയുകയാണ്. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇനി CPMന്റെ സമുന്നത നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് കോൺഗ്രസ് കത്ത് കൊടുക്കുന്ന ആ നിമിഷത്തിൽ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വത്തിൽ ഇക്കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് കൊണ്ടുവരണമെന്ന കത്ത് അതല്ല ഉദ്ദേശം. തോൽക്കാൻ വേണ്ടി കേസ് വാദിക്കുകയാണോ? ഞാൻ പറഞ്ഞോട്ടെ. അല്ല, താങ്കൾ തോൽക്കാൻ വേണ്ടിയാണോ ഈ കേസ് വാദിക്കുന്നത്? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് CPMന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കാന്ന് ഗോതമ്പുണ്ട ഇപ്പൊ ഇല്ലാന്നാണ് മായാവി സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞത്. ഞാൻ ഇവിടെ സിനിമ പലതും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, നിർത്തി അവമാനിക്കുവാണെന്ന്. അദ്ദേഹം ഉണ്ണുന്നത് എന്താണ് സർക്കാരിന്റെ ചെലവിൽ ജയിലിൽ നിന്നാണ്. അല്ലല്ല, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉന്നത എങ്ങനെയാ പോകുന്നത്? കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാർ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. അതെന്താ മറച്ചു വെക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല.
അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. താങ്കൾ എന്താ പറയുന്നത്? CPM-ന്റെ ഉന്നത നേതൃത്വം ഉണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ് കത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കത്ത് കൊടുക്കാൻ. എന്റെ പോയിന്റ് അവിടെയാണ്. CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ് അകത്ത് കിടക്കുന്നത്. ഇനി എന്ത് കത്ത് കൊടുക്കാനാണ്? വെറുതെ അതിന് മേലേക്കുണ്ടോന്ന് SIT അന്വേഷിക്കുകയാണ്. ഇതും കോൺഗ്രസിനുള്ള ബന്ധത്തിൽ നിങ്ങൾ കത്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ സമീകരിക്കുന്ന യുക്തി എനിക്ക് മനസ്സിലായില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോൺഗ്രസ് നേതാക്കന്മാർ അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അത് കോൺഗ്രസ് അല്ല എന്ന വെള്ളപൂശൽ ആരാണ് നടത്തുന്നത്? അവിടെ കോൺഗ്രസ് ഉണ്ട്. നമ്മളത് കാഴ്ച കാണാതെ പോകരുത്. ഈ സംശയത്തിന്റെ ഈ കോൺഗ്രസ്സുകാർ ജയിലിൽ കിടക്കുന്ന ഏത് കേസിലാ? എന്താണ് കോൺഗ്രസ്സുകാർ ജയിലിൽ കിടക്കുന്ന കേസ് ഏതാ? ഈ കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ടാണ്. അതെ, എനിക്ക് തോന്നുന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? മുരാരി ബാബു ആരാണ്? മുരാരി ബാബു ആരാണ്? മുരാരി ബാബു ആരാണ്? ആരാണ് പേര് പറയൂ? മുരാരി ബാബു CAT-കാരനാ. ആരാണ് മുരാരി ബാബു? ആരാണ്? CAT-കാരനാണ്. പണി പിന്നെയും പാളി. CAT-കാരനാ മുരാരി ബാബു. എന്താ ഈ പറയുന്നത്? അതൊരു പുതിയ കണ്ടെത്തലാണ്. അല്ല, കോൺഗ്രസിന്റെ ആരാണ് ശ്രീ മുരാരി ബാബു? ശ്രീ സുരേഷ്, നിങ്ങൾ ഇങ്ങനെയാണ് താങ്കൾ പറയൂ, പ്രഷർ കേൾക്കട്ടെ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. മുരാരി ബാബു ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് യൂണിയന്റെ സമുദായ നേതാവാണ്. ഇല്ലെങ്കിൽ അയ്യപ്പദാസ് പറയട്ടെ. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ അയ്യപ്പദാസിനെ വെല്ലുവിളിക്കുന്നു. ഈ ചർച്ച നയിക്കുന്ന നിഷ്പക്ഷനായ ആങ്കർ ആണെങ്കിൽ താങ്കൾ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞിട്ട് വേണം ഈ ചർച്ച പുനരാരംഭിക്കാൻ. ഒരു സെക്കൻഡ്, ഞാനിതിൽ ഇടപെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. എന്നോട് വെല്ലുവിളിക്കുന്നു വേണ്ട, ഞാൻ കാര്യം പറയാം. മുരാരി ബാബു ആരാണ്? മുരാരി ബാബു അല്ല, ഒരു സെക്കൻഡ്. വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നിങ്ങൾ നോക്കൂ, ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ മുഴുവൻ രാഷ്ട്രീയക്കാരാണോ? അവർക്ക് രാഷ്ട്രീയ സംഘടനയിൽ അംഗത്വം ഉണ്ടാവും. അവര് നേരിട്ടൊരു CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. തിരിച്ചു ഞാൻ ചോദിക്കുക ശ്രീ സുരേഷ് കുമാർ, മുരാരി ബാബു ഒരു കോൺഗ്രസ്സുകാരനാണെങ്കിൽ ഒരു സെക്കൻഡ് ശ്രീ സുരേഷ് കുമാർ അങ്ങനെ പുകമറ പരത്താൻ ശ്രമിക്കരുത്. ഞാൻ ചോദിക്കുന്നത് എങ്കിൽ പിന്നെ സ്ട്രേറ്റ് ചോദ്യം, മുരാരി ബാബു UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഏത് കമ്മിറ്റിയിൽ അംഗമാണ്? കോൺഗ്രസിന്റെ ഏത് ജില്ലാ കമ്മിറ്റി അംഗമാണ്? ഏത് DCC-യിൽ അംഗമാണ്? താങ്കൾ പറയൂ. പറഞ്ഞിട്ടില്ല. ഞാനത് സമ്മതിക്കാം. എനിക്കതിൽ എന്താ പ്രശ്നം? അദ്ദേഹം സർവീസിൽ നിന്ന് പെൻഷൻ ആയതിനു ശേഷം നാട്ടിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതൊന്നും എനിക്കറിയാൻ മേല. എന്റെ പോയിന്റിലേക്ക് ഒരു സെക്കൻഡ്, അങ്ങനെ പോരോ? ഇനി താങ്കൾ എന്നെ കൊടുക്കാൻ ശ്രമിച്ചാണ്. അങ്ങനെ പോകാൻ താങ്കളെ സമ്മതിക്കില്ല. ഒരു സെക്കൻഡ് സുരേഷ്, അത് ശരിയല്ല. ഒരു സെക്കൻഡ്, താങ്കൾ ഇതിന് ഊരി പോകാൻ നോക്കരുത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അവൾ വിരമിച്ച ശേഷം നാട്ടിലെ കോൺഗ്രസ്സുകാരൻ. ഒരു സെക്കൻഡ്, വിരമിച്ച ശേഷം നാട്ടിലെ കോൺഗ്രസ്സുകാരൻ, ഇതാണ് മുരാരി ബാബു എന്നിരിക്കട്ടെ. ഈ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ആരാണ്? മുരാരി ബാബുവിനും പെൻഷൻ ആയതിനു ശേഷം കോൺഗ്രസിന്റെ സംഘടനാ കമ്മിറ്റികളിൽ അംഗത്വമുണ്ട്. അദ്ദേഹം പറഞ്ഞതെന്താണ്? മുരാരി ബാബു CAT-കാരനെന്നാണ്. ആ വാദഗതിയോട് ആങ്കർ യോജിക്കുന്നുണ്ടോ? സുരേഷ് കുമാർ, ഒരു സെക്കൻഡ്, ഞാൻ ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാഹുലിലേക്ക് വരാം. പക്ഷേ ആ ഇടവേള സമയം ശ്രീ സുരേഷ് കുമാർ ഒരു ഫോൺ കോൾ താങ്കൾ ചെയ്യണം. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഈ മുരാരി ബാബു കോൺഗ്രസിന്റെ ഏത് കമ്മിറ്റി അംഗമാണെന്ന് ഇല്ലാത്ത ബൂത്ത് കമ്മിറ്റിയുടെ പേര് എന്റെ ചോദിച്ചാൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. താങ്കൾക്ക് അറിയണം. പറയാൻ കമ്മിറ്റി അംഗം താങ്കളാ പറഞ്ഞത്. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ താങ്കൾ ഉണ്ടയില്ല വെടിവെക്കുന്നതിന്റെ അർത്ഥം ശ്രീ സുരേഷ് കുമാർ. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഇത്രയും പച്ചക്കള്ളം ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്പോക്സ് പേഴ്സൺ ഇവിടെ വന്ന് കോൺഗ്രസിന് വേണ്ടി പറയുമ്പോൾ അദ്ദേഹം CAT-കാരനല്ല എന്ന് പറയേണ്ട, അങ്ങനെ അല്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയേണ്ട സാമാന്യ മര്യാദ ആങ്കർ കാണിക്കണ്ടേ? ഇതൊരു നടക്ക് പോണ മാതിരില്ല. എനിക്ക് മനസ്സിലായില്ല. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായില്ല. താങ്കൾ എന്താ എന്റെ മര്യാദ? വെറുതെ ഈ ചർച്ച വഷളാക്കണ്ട ശ്രീ സുരേഷ് കുമാർ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം ഉന്നയിച്ചതിൽ നിന്ന് ഞാൻ താങ്കളിലേക്ക് ചർച്ചയിലേക്ക് വരികയാണ്. നിന്ന് ആരാണ് ഈ കോൺഗ്രസിൽ ആരാണ് മുരാരി ബാബു എന്ന് താങ്കൾ പറയലാണ് എന്റെ ലക്ഷ്യം. ഞാൻ അതിനാ താങ്കളോട് ശ്രമിച്ചത്. താങ്കൾക്ക് പറയാമായിരുന്നു, താങ്കൾക്ക് അറിയില്ല. അതിന് താങ്കൾ എന്റെ ചുമലിൽ കയറിയിട്ട് ഒരു കാര്യമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അവിടത്തെ കോൺഗ്രസ് യൂണിയന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളാണ് മുരാരി ബാബു. അതൊക്കെ താങ്കൾ പറഞ്ഞു. വിരമിച്ച ശേഷം കോൺഗ്രസിന്റെ കമ്മിറ്റിയിൽ ഉണ്ടെന്ന് വരെ താങ്കൾ പറഞ്ഞു. ഏത് കമ്മിറ്റി എന്നാ ചോദിച്ചാൽ താങ്കൾക്ക് ഇനിയും പറയാൻ പറ്റിയിട്ടില്ല. ചെറിയ ബ്രേക്ക് എടുക്കാൻ പെട്ടെന്ന് തിരിച്ചു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.